നമസ്കാരം. ഇത് നന്മയുടെ ഓണക്കാലമാണ്. കേരളത്തിൻ്റെ തൊഴിൽ വകുപ്പ് മന്ത്രി, വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീമതി ബിന്ദു കൃഷ്ണയാണ് ഈ ഓണദിനത്തിൽ നമ്മോടൊപ്പം ഉള്ളത്. വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും. നമസ്കാരം. നമസ്കാരം. കൊല്ലത്തിൻ്റെ ചേച്ചിയാണ്. അതുകൊണ്ട് തന്നെ ഈ മന്ത്രി എന്നതിനപ്പുറത്തേക്കായിട്ട് ഈ ഓണമാകുമ്പോൾ കഴിഞ്ഞ വർഷത്തെ പോലെ അല്ലല്ലോ ഇത്തവണ. ഈ മന്ത്രി എന്ന നിലയിലുള്ള ഓണം എങ്ങനെയാണ്? മന്ത്രി എന്ന നിലയിലുള്ള ഓണത്തിന് ഉത്തരവാദിത്തങ്ങൾ ഏറെയാണ്. മുൻപും ഉത്തരവാദിത്തങ്ങളുണ്ട്, പരിമിതമായ മേഖലയിൽ മാത്രമായിരുന്നു. ഇപ്പോഴതല്ല. കേരളത്തിലെ വിവിധ തൊഴിൽ പ്രശ്നങ്ങൾ, തൊഴിലാളികളുടെ ബോണസ്, അവരുടെ ആനുകൂല്യങ്ങൾ, ഒപ്പം വനിതകൾ പല മേഖലകളിൽ ജോലി ചെയ്യുന്നവരുടെ വിഷയങ്ങൾ, കുഞ്ഞുങ്ങളുടെ ഓണം ഉണ്ട് എന്ന് ഉറപ്പുവരുത്തണം. പിന്നെ എല്ലാം ക്ഷീരകർഷകർ, നമ്മുടെ മറ്റ് കർഷകർ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വലിയ ഉത്തരവാദിത്വമുണ്ട്. ഒരുപാട് പ്രതീക്ഷയോടുകൂടി ഈ ഓണത്തെ നോക്കി കാണുന്നു. ഈ വലിയ സുരക്ഷയുടെ, സ്ത്രീ സുരക്ഷയുടെ വലിയ പ്രഖ്യാപനത്തിൻ്റെയൊക്കെ തുടർച്ചയായിട്ടാണ് താങ്കൾ വകുപ്പിൻ്റെ തുടക്കം തന്നെ കുറിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഈ പദ്ധതികളെ നോക്കിക്കാണുന്നത്? വലിയ പ്രതീക്ഷയോടുകൂടിയാണ് പദ്ധതികളെ നോക്കിക്കാണുന്നത്. നമ്മുടെ ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് ഈ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായുള്ള അതിക്രമങ്ങൾക്ക് 0 ടോളറൻസ് എന്നുള്ളതാണ് സർക്കാരിൻ്റെ സമീപനം. അതിൽ മുൻവിധികളില്ല. നമ്മളെപ്പോഴും ചെയ്യുന്ന കാര്യം, ഇപ്പോൾ ഡൽഹി സ്ത്രീപീഡന കേസ് ഉണ്ടായ ഉടനെ രാജ്യമുണർന്നു, പാർലമെൻറ്റ് നിയമം പാസ്സാക്കി. അതുപോലെ ഓരോ വിഷയങ്ങൾ ഇപ്പോൾ നമ്മൾ കാണുന്നല്ലോ, എവിടെയെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാകുന്നു, ആ ഇഷ്യൂവിനെ ബേസ് ചെയ്ത് അതിൻ്റെ എല്ലാ ചെറുതും വലുതുമായ എല്ലാ വശങ്ങളും നമ്മൾ മാധ്യമങ്ങളും പൊതുപ്രവർത്തകരും സർക്കാരും എന്താ പറയുക, തലനാരിഴ കീറി പരിശോധിച്ച് അത് പരിഹരിക്കാനുള്ള ശ്രമം ഉണ്ടാകും. ആ ഒരു ആദ്യത്തെ ശ്രമം കഴിഞ്ഞാൽ എല്ലാവരും ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തിട്ട് അടുത്ത വിഷയത്തിലേക്ക് അങ്ങ് പോവുകയാണ്. അതിനേക്കാൾ നമ്മൾ പ്രതീക്ഷയോടെ കാണുന്നത് വിഷയങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഒരു പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന ചൊല്ലു പോലെ പ്രതിരോധമാണ് ചികിത്സയേക്കാൾ ഫലപ്രദം എന്ന രീതിയിൽ നിയമം, ലീഗൽ പ്രൊസീഡിങ്സ് ഇനിഷ്യേറ്റ് ചെയ്യാം. അത് ഒഫൻസ് അല്ലെ, ഒരു കുറ്റകൃത്യം ഉണ്ടായതിനു ശേഷം അതിനേക്കാൾ അതുണ്ടാകാതിരിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ആ മട്ടിലാണ് ഈ സർക്കാർ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ ഓണക്കാലത്ത് സംസാരിക്കുമ്പോൾ പ്രധാനമായും പൊതുപ്രവർത്തകർക്ക് ഓണം മിസ് ചെയ്യുമെന്നൊക്കെയാണ് പറയാറുള്ളത്. പലപ്പോഴും തിരക്കുകൾക്ക് ഇടയിൽ അത് ഓണമൊന്നും ആഘോഷിക്കാൻ പറ്റാത്ത പല പൊതുപ്രവർത്തകരെയും ഉണ്ട്, നമുക്കറിയാൻ പറ്റും. എങ്ങനെയാണ് വ്യക്തിപരമായി ഓണമൊക്കെ ആഘോഷിക്കുന്ന കൂട്ടത്തിലാണ്? ചെറുപ്പത്തിൽ ഇതൊന്നും ഒരു പ്രശ്നമല്ല. ഫുൾ ടൈം ഓണമാണ്. ഇന്നത്തെ പോലെ 2-3 ദിവസമല്ല, ഒരാഴ്ചയോളം. സ്കൂളിന് എത്ര ദിവസം അവധിയുണ്ട് അത്രയും ദിവസം ഓണം തന്നെയാണ്. ആ ഓണത്തിന് പകരം വയ്ക്കാൻ മറ്റൊന്നുമില്ല. കാരണം ഈ ഒരുപാട് കസിൻസ്, കൂട്ടുകാർ, എന്തും കളിക്കാം. ആരും ഒരു റെസ്ട്രിക്ഷനില്ല. ആണെന്നോ പെണ്ണെന്നോ അങ്ങനെയൊന്നും ഒരു റെസ്ട്രിക്ഷനും ഇല്ല. കളിക്കുക. അന്നത്തെ ഞങ്ങളുടെയൊക്കെ വീടുകളിൽ കാര്യമായ ഭക്ഷണമില്ല, പരിമിതമായ ഭക്ഷണമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഓണത്തിന് ആ പരിമിതി ഒന്നുമില്ല. എത്രയെത്ര ഓണം ആകുന്നതിന് ഒരാഴ്ച മുമ്പേ വീട്ടിലൊക്കെ പ്രിപ്പറേഷനൊക്കെ അമ്മയൊക്കെ വിവിധങ്ങളായ പലഹാരങ്ങളുണ്ടാക്കി ഇങ്ങനെ വച്ചിരിക്കും. ഈ കഴിക്കുക, കളിക്കുക, എല്ലാവരും കൂടെ. പിന്നെ ഡ്രസ്സുകൾ, വീട്ടിൽ നിന്ന് ഒരു ഡ്രസ്സ് എടുത്ത് തരും. അത് ഓണത്തിന് വെച്ചാൽ പുതു വസ്ത്രങ്ങളുടെ ഒരു ഓണം എന്ന് പറഞ്ഞാൽ പുതുവസ്ത്രങ്ങളുടെ മണം. പിന്നെ സഹോദരങ്ങൾ, അച്ഛൻ്റെ അമ്മയുടെ സഹോദരങ്ങളൊക്കെ വസ്ത്രങ്ങൾ എടുത്ത് തരും. ചുരുക്കി പറഞ്ഞാൽ ഓണക്കാലാകുമ്പോൾ നമുക്ക് കൂടുതൽ വസ്ത്രം കിട്ടും. അങ്ങനെ എല്ലാം കൊണ്ടും സന്തോഷമല്ലാതെ മറ്റൊന്നും ഓണത്തിനില്ല. താങ്കൾ സൂചിപ്പിച്ച പോലെ മുതിർന്ന് പൊതുപ്രവർത്തനം, അന്നൊക്കെ വിദ്യാർത്ഥി യുവജന രാഷ്ട്രീയ പ്രവർത്തനങ്ങളുണ്ട് എങ്കിൽ പോലും ഓണക്കാലം ഇതുപോലെ തന്നെയാണ്. ഓണക്കാലം സവിശേഷമാണ്. പക്ഷേ പിന്നീട് കുറച്ചുകൂടെ മുതിർന്ന് വലിയ ഉത്തരവാദിത്തങ്ങളിലേക്ക് വന്നപ്പോൾ പലപ്പോഴും ഓണത്തിന് പ്രതിപക്ഷത്തൊക്കെ ആയിരിക്കും തിരുവോണത്തിനാണ് സമരം ചെയ്യുന്നത്. കിട്ടാത്തവർക്ക്, ആനുകൂല്യം കിട്ടാത്ത തൊഴിലാളികളോ വിഭാഗങ്ങളോ ആയിട്ട് തിരുവോണത്തിന് പട്ടിണി സമരമാണ് സ്ഥിരം ഉള്ളത്. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ അങ്ങനെയാണ് എങ്കിലും തിരുവോണം വീട്ടിൽ നിന്നുണ്ണുക എന്നത് ഒരു ശീലമാണ്. അല്ലാത്ത സമയത്തിനൊന്നും യാതൊരു ഇതുമില്ല. എങ്ങോട്ട് ബന്ധുക്കളുടെ വീടുകളിൽ, സുഹൃത്തുക്കളുടെ വീടുകളിലൊക്കെ പോകും, സമയം കിട്ടുകയാണെങ്കിൽ. ഈ പൊതുരംഗത്ത് നിൽക്കുന്നവരുടെ വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യം, ഈ സിനിമകൾ കാണുന്ന ഇഷ്ടമുണ്ടോ എന്നൊക്കെ ചോദിക്കും. മന്ത്രി എങ്ങനെയാണ്, സിനിമകൾ കാണുന്ന കൂട്ടത്തിലാണ്? ഞാൻ ഒട്ടുമിക്ക സിനിമയും കാണുന്നത് ചെറുപ്പത്തിൽ വളരെ കുറച്ച് കണ്ടിട്ടുള്ളൂ, അപൂർവമായിട്ടൊക്കെ കണ്ടിട്ടുള്ളൂ. പക്ഷേ വളർന്നതിന് ശേഷം LLBക്ക് ഇവിടെ പഠിക്കുന്ന സമയം തൊട്ടാണ് സിനിമ സ്ഥിരമായി കണ്ടു തുടങ്ങിയത്. അന്നൊക്കെ ഞങ്ങളെ കൂട്ടുകാരുടെയൊക്കെ ഞങ്ങളുടെ എല്ലാവരും ഒരു പ്രത്യേകത, ഒരു സിനിമ ഇറങ്ങി അന്ന് കാണണം. അടുത്ത ദിവസത്തേക്കായാൽ പിന്നെ അതിന് ത്രില്ലില്ല. ആദ്യമേ കണ്ട് ഹോസ്റ്റലിൽ വന്ന് അതിൻ്റെ കഥ പറഞ്ഞ് സന്തോഷം എല്ലാം കാണും. ഹിന്ദി സിനിമയും തമിഴ് സിനിമയും മലയാള സിനിമയൊക്കെ ഇടയ്ക്ക് എല്ലാ ആഴ്ചയിലും ഞങ്ങൾ സിനിമ കാണലും ഉണ്ടായിരുന്നു. പിന്നെയും അങ്ങനെ സ്ഥിരം ആദ്യം അല്ലെങ്കിൽ പോലും സ്ഥിരം. പക്ഷെ കഴിഞ്ഞ കുറേ കാലമായിട്ട് ഞാനും എൻ്റെ മോനുമായിട്ട് ഞാൻ ഇഷ്ടപ്പെടുന്ന സിനിമ, എനിക്ക് ഈ അടിപിടി സിനിമയൊന്നും അത്ര ഇഷ്ടമല്ല. അത് എൻ്റർടൈൻമെൻറ്റ് പടങ്ങളും ഫാമിലി പടങ്ങളൊക്കെ താരതമ്യേന കുറവാണ് ഇന്നത്തെ കാലത്തെങ്കിലും അത്തരം പ്രമേയങ്ങളൊക്കെ ഉള്ളത് നോക്കി ഞാൻ കാണും. അതിനെല്ലാം ഞാൻ മോനോട് ഒരുമിച്ച് പോകും. അല്ലാതുള്ളതിന്
തട്ടുവെളുപ്പം പടങ്ങളൊക്കെ ഫ്രണ്ട്സുമായിട്ട് പോയി കാണും. പക്ഷെ കഴിഞ്ഞ ജനുവരിക്ക് ശേഷം ഞാൻ ഒരു സിനിമ ഇന്നുവരെ കണ്ടില്ല. അത് വലിയൊരു വലിയ ഗ്യാപ്പും ആയിപ്പോയി. കാരണം തെരഞ്ഞെടുപ്പ് അടുത്തോടുകൂടി അങ്ങനെ സിനിമ കാണുമ്പോൾ സമയമില്ല, ലേറ്റ് നൈറ്റൊക്കെ ആവും വരാൻ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇങ്ങനെയൊക്കെ ആയി. ഈ റിലാക്സ് ചെയ്ത് ആ ഇടയ്ക്ക് ഒരു മാസം ഉണ്ടായിരുന്നു, അപ്പോഴും പറ്റിയില്ല. പല പല കാര്യങ്ങളിൽ പെട്ട് അതിൻ്റെ ഫോളോ അപ്പ് ആയിട്ട് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പോയി. സത്യം പറഞ്ഞാൽ ഇതുവരെ സിനിമ കണ്ടില്ല. ഇപ്പോൾ ലേറ്റസ്റ്റ് ശ്രീ മോഹൻലാലിൻ്റെ മോളുടെ സിനിമ ഇറങ്ങിയപ്പോൾ ഞാൻ അന്ന് കാണുമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ പറ്റിയില്ല, നടന്നില്ല. ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ ആരാണെന്ന് ചോദിച്ചാൽ പറയാൻ ബുദ്ധിമുട്ടുണ്ടാവും. എല്ലാവരും ഇഷ്ടം. ചില സിനിമകൾ ചിലരെ പ്രത്യേക ഇഷ്ടം തോന്നും, അങ്ങനെയാണ്, എല്ലാവരോടും ഇഷ്ടം. ഇനി അല്പം ഔദ്യോഗികമായ കാര്യങ്ങൾ. സംസ്ഥാനത്തിൻ്റെ തൊഴിൽ വകുപ്പിനെ മുന്നോട്ട് നയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ് താങ്കൾക്കുള്ളത്. പ്രത്യേകിച്ച് നമ്മുടെ തൊഴിൽ മേഖല വലിയ തോതിലുള്ള വെല്ലുവിളികളൊക്കെ നേരിടുന്ന, നേരത്തെ താങ്കൾ തന്നെ പറഞ്ഞതുപോലെ ഈ നമ്മളുടെ ശമ്പളമടക്കമുള്ള കാര്യങ്ങൾ, ആനുകൂല്യമടക്കം, തൊഴിൽ മേഖല ഒരു സമൂലമായ പരിഷ്കരണം മനസ്സിലുണ്ടോ? എങ്ങനെയാണ്? ഒരു വലിയ കാര്യമാണത്. കാരണം ഇന്ന് വരെ നമ്മൾ കണ്ട് ശീലിച്ചു, നമ്മുടെ പൂർവ്വസൂരികളുടെ കാലഘട്ടത്തിൽ തൊഴിൽ സംരക്ഷണം എന്നൊരു കാര്യം ഇല്ലായിരുന്നു, തൊഴിൽ ചൂഷണത്തിനായിരുന്നു പറഞ്ഞത്. തലമുറ പോരാടിയാണ് തൊഴിൽ സംരക്ഷണവും വ്യവസായ സംരക്ഷണവും ഒക്കെ കൊണ്ടുവന്നത്. ഇപ്പം ആഗോളതലത്തിലും ദേശീയ തലത്തിലും ഇതെല്ലാം വെല്ലുവിളി നേരിടുന്ന ഒരു കാലഘട്ടമാണ്. സ്ഥിരം ജീവനക്കാരെന്ന സങ്കല്പം മാറിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരുപാട് കേരളത്തിന് പരിചിതമല്ലാത്ത തൊഴിൽ സാമൂഹ്യ സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഉത്തരവാദിത്വം സാധാരണയിൽ കവിഞ്ഞതാണ്. എങ്കിലും എംപ്ലോയർ ആൻഡ് എംപ്ലോയി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു തൊഴിൽ അന്തരീക്ഷം കേരളത്തിൽ പുനർനിർമ്മിച്ചെടുക്കുവാനും നിലനിർത്തുവാനും ആഗ്രഹിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയമുള്ളത്, ഈ തൊഴിൽ മേഖല അനുനിമിഷം ഇടപെടേണ്ട ഒരു ഘട്ടമാണ്. ചിലപ്പോൾ അതിരാവിലെ ആയിരിക്കും ഒരു തർക്കം ഉണ്ടാവുക, അല്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു കാര്യങ്ങളെ അങ്ങനെ തീരുമാനങ്ങൾ എടുക്കാൻ വലിയ വെല്ലുവിളികളുള്ളൊരു വകുപ്പാണോ അങ്ങേക്ക് കിട്ടിയിരിക്കുന്നത്? അതെനിക്കൊരു പ്രശ്നമേ ഇല്ല. നമുക്ക് രാത്രിയെന്നോ പകലെന്നോ അസമയമൊന്നോ അങ്ങനെയൊന്നും ഒരു പ്രശ്നം ജീവിതത്തിൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ല. എന്നോട് പലരും ചോദിക്കുക എപ്പോഴാണ് ഉറങ്ങുന്നത്, എപ്പോഴും. എനിക്ക് അങ്ങനെ ഒരു കൃത്യതയേ ഇല്ല. എനിക്ക് വളരെ വൈകി കിടക്കേണ്ട സാഹചര്യം വന്നാൽ അപ്പോൾ കിടന്നാൽ മതി, വളരെ നേരത്തെ എഴുന്നേക്കേണ്ട സാഹചര്യം വന്നാൽ അത് ഒരു പ്രശ്നമില്ല. എന്താണോ ആവശ്യം, പ്രയോറിറ്റീസ് അനുസരിച്ചാണ് എല്ലാ കാര്യങ്ങളും. അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടേ ഇല്ല. ഈ വകുപ്പിൻ്റെ ഒരു മോഡേണൈസേഷൻ ലക്ഷ്യമിടുമ്പോൾ നമ്മൾ ഈ ഇതര സംസ്ഥാന തൊഴിലാളികളുണ്ട്, അത്തരം ഒരുപാട് സങ്കീർണമായ സാഹചര്യങ്ങളുണ്ട്. മോഡേണൈസേഷൻ ലക്ഷ്യമിടുമ്പോൾ എന്താണ് ഇത് നയപരമായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന കാര്യം? എന്താ? ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ഇതുവരെ അഭിസംബോധന ചെയ്തിട്ടില്ലാത്ത അസംഘടിത വിഭാഗം എന്ന ഓമന പേരിട്ട് വിളിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. കുറച്ച് ആളുകളെയൊക്കെ നമുക്കൊക്കെ അറിയാമായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ മന്ത്രിയെ ചുമതലയേറ്റതിന് ശേഷം ഡീറ്റെയിൽ ആയിട്ട് എല്ലാത്തിലേക്ക് പഠിച്ചപ്പോഴാണ് എത്ര മേഖലകൾ അഭിസംബോധന ചെയ്യപ്പെടാതെ, ആരാലും ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്നു. അതിൽ ഓരോന്നായി ചെയ്യാൻ ആഗ്രഹമുണ്ട്. താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഗിഗ് വർക്കേഴ്സിൻ്റെയും അതുപോലെ ഗാർഹിക തൊഴിലാളികളുടെയും ഒക്കെ അവർക്കൊക്കെ വേണ്ടി നിയമങ്ങൾ കൊണ്ടുവരാൻ. ഗിഗ് വർക്കേഴ്സിൻ്റെ ഇപ്പം 100 ദിന കർമ്മ പരിപാടികൾ ഉൾപ്പെടുത്തി 3 മേഖലകളിലായി അവർക്ക് വിശ്രമ കെട്ടിടങ്ങൾ എടുത്ത് അതിൻ്റെ ഇൻറ്റീരിയർ വർക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നു. അതുകൂടാതെ അവർക്ക് വേണ്ടി പുതിയ നിയമം ഡ്രാഫ്റ്റ് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി അത് സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ടൊക്കെ ഒരു ചർച്ചയൊക്കെ നടത്തി നിയമമാക്കാനുള്ള ശ്രമത്തിലാണ്. ഗാർഹിക തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അതൊരു സങ്കീർണമായ പ്രശ്നമാണ്. ബാക്കി എല്ലാവരും ഒരു എംപ്ലോയിയും ഉണ്ട്, തൊഴിലിടമുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ തൊഴിലിടം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ വീടാണ് പലപ്പോഴും. അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതിനെയൊക്കെ അതിജീവിച്ച് അവരെ സംരക്ഷിക്കാനുള്ള സ്കീം ആദ്യം കൊണ്ടുവരികയും പിന്നെ നിയമം കൊണ്ടുവരാനും അങ്ങനെ നിരവധിയായ തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വനിതാ ശിശുക്ഷേമ വകുപ്പ് എന്ന നിലയിൽ വ്യക്തിപരമായി അങ്ങയെ വിഷമിപ്പിച്ച ഒരു വാർത്തയെക്കുറിച്ചാണ് അങ്ങയുടെ തന്നെ പ്രതികരണം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സമൂഹം കുറച്ചുകൂടി ഈ സ്ത്രീകളുടെയും കുട്ടികളുടെയും കാര്യത്തിൽ കുറെ കൂടി ഗൗരവത്തോടെ അല്ലെങ്കിൽ കുറെ കൂടി ഉത്തരവാദിത്തോടെ പെരുമാറണം എന്നൊരു അഭിപ്രായമുണ്ടോ അങ്ങയുടെ അന്നത്തെ ആ പ്രതികരണത്തിന് പിന്നെ? തീർച്ചയായും ഉണ്ട്. കാരണം കഴിഞ്ഞ ദിവസം എൻ്റെ ഏറ്റവും അടുത്ത ഒരാൾ ഇതൊക്കെ ഈ വനിതാ നയം രൂപീകരിക്കുന്നതുമായി സംബന്ധിച്ച് ഡ്രാഫ്റ്റ് തയ്യാറാക്കി കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു ഡിസ്കഷൻ ഇരുന്നപ്പം അത് നടത്താൻ ചുമതലപ്പെട്ടവരിൽ ഒരാളായ ആൾ എന്നോട് ചോദിക്കും, ഇങ്ങനെ വനിത അങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ? ജനറലായിട്ടുള്ള ഇഷ്യൂ ആയിട്ട് അഡ്രസ്സ് ചെയ്യുക. വനിതകൾക്ക് ഇപ്പോൾ പ്രശ്നമൊന്നുമില്ലല്ലോ. സമൂഹത്തിൽ പലരും ധരിക്കുന്നത് അങ്ങനെ. ഞാൻ പറഞ്ഞു ഒരിക്കലുമില്ല. വനിതകൾക്ക് ഇത്രയും അവകാശ സമൂഹത്തിലുണ്ട് എന്നറിയാത്ത സ്വന്തം കുടുംബങ്ങളിൽ മെഴുകുതിരി നാളം പോലെ എരിഞ്ഞു തീരുന്ന എത്രയെത്ര സ്ത്രീകൾ ഇപ്പോഴും നമുക്ക് ചുറ്റിലുണ്ട്. നമ്മൾ ചെന്ന് അവരോട് ഇങ്ങനെ സഹിക്കരുത്, തിരിച്ച് ഇന്ന സാഹചര്യത്തിലൂടെ പോകും, നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് അതൊന്നും വേണ്ട, ഞാൻ ഇങ്ങനെ പോയി. കാരണം ഓർമ്മ വെച്ച കാലം മുതൽ ഇങ്ങനെയാണെന്ന് പരുവപ്പെടുത്തി വെച്ചിരിക്കുക. അങ്ങനെ ഒരുപാട് ആളുകൾ. ഇപ്പം ഒരു ഭാഗത്ത് നമ്മൾ നോക്കുമ്പോൾ കേരളത്തിലെ ഏത് പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും നമ്മൾ രാവിലെ എഴുന്നേറ്റ് റോഡിൽ ഇരുന്നാൽ കാണാം സ്ത്രീകൾ
നന്നായി ഒരുങ്ങി ബാഗും ഒക്കെ ആയിട്ട് ജോലിക്ക് പോകുന്നു. ഇത് കാണുന്ന ഒരാളുടെ ഓവറാൾ ഇത് കാണുന്ന ഒരാളുടെ നിരീക്ഷണം എന്ന് പറയുന്നത് കേരളത്തിലെ മുഴുവൻ സ്ത്രീകളും പണിയെടുക്കുന്നു എന്നാണ്. പക്ഷേ കണക്കുകൾ പരിശോധിച്ച് നോക്കൂ, സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം ഇപ്പോഴും ആനുപാതികമായിട്ട് ഇല്ല. ഒരുപാട് അവകാശങ്ങൾ അവർക്ക് കിട്ടാൻ. ഞാൻ പറയുന്നത് ഒരു ദ്രൗപദി മുർമുജി ഇന്ത്യൻ പ്രസിഡൻ്റ് ആയതുകൊണ്ടോ ഒരു ഇന്ദിരാ പ്രിയദർശിനി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയതുകൊണ്ടോ തീരുന്നതല്ല ഇന്ത്യയിലെ സ്ത്രീകളുടെ, അല്ലെങ്കിൽ അതുപോലുള്ള ഓരോരോ പദവികളിൽ നമ്മൾ എന്തുകൊണ്ടാണ് അപ്പോൾ അത് സ്ത്രീകൾക്ക് പുതിയ പദവി കിട്ടുമ്പോൾ ആഘോഷിക്കുന്നത്? സമാനതകൾ അധികം ചൂണ്ടിക്കാണിക്കാനില്ലാത്തത് കൊണ്ടാണ്. ആരുടെയും ഔദാര്യമല്ല, ഞാൻ എല്ലായിടത്തും പറയുന്നത് എൻ്റെ ഒരു നിലപാട്, ആരുടെയും ഔദാര്യമല്ലാതെ സ്വാഭാവിക പ്രക്രിയകളോടെ ജനസംഖ്യയിൽ പകുതി വരുന്ന സ്ത്രീകൾക്ക് പകുതി സ്ഥാനങ്ങൾ, അത് എന്തായിക്കോട്ടെ, ജോലി ഒഴിവായിക്കോട്ടെ, മറ്റ് സ്ഥാനങ്ങളായിക്കോട്ടെ, അത് കിട്ടുന്നിടത്ത് മാത്രമേ സ്ത്രീ ശാക്തീകരണം പൂർത്തിയായി നമുക്ക് പറയാൻ കഴിയുള്ളൂ. ജനസംഖ്യയിൽ പകുതിയിലേറെ സ്ത്രീകളല്ലേ. അപ്പോൾ അവർക്ക് ആരുടെയും ഔദാര്യത്തിൽ കൊടുക്കണ്ട, അവർക്ക് അർഹതപ്പെട്ടതാണ്. 1, 2, 3 കൊടുത്തിട്ടാ സ്ത്രീകൾക്കെല്ലാം കൊടുത്തു, ആ മനോഭാവം മാറണം. പിന്നെ താങ്കൾ വ്യക്തിപരമായി എന്നോട് സൂചിപ്പിച്ചു, എന്നെ ഞെട്ടിക്കുന്ന ഒരു സംഗതിയായിരുന്നു, ഒരു അധ്യാപകനായിരുന്നു അത് ചെയ്തത്. അപ്പോൾ ഞാനിത് കാണുന്നില്ല, ഞാൻ വേദിയിൽ സംസാരിക്കുകയാണല്ലോ, എൻ്റെ സ്റ്റാഫ് തൊട്ട് പുറകെ ഇരിക്കുമ്പോൾ യാദൃശ്യമായി കണ്ടതാണ്, സൂം ചെയ്യുന്നു. അപ്പോൾ നോക്കിയപ്പോൾ ഇങ്ങനെ കണ്ടു. അപ്പോൾ എന്തിനാണ് ചെയ്യുന്നത് വെച്ചാൽ അപ്പോൾ തന്നെ മാറ്റിച്ചു. അപ്പോൾ അയാളത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു എന്നാണ് അവരും ധരിച്ചത്. പക്ഷേ എന്തുകൊണ്ടോ അവർക്ക് തോന്നി ഇയാളെ ഒന്ന് ഫോളോ ചെയ്യണമെന്ന്. അങ്ങനെ അയാളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഫോളോ ചെയ്തപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഈ ഫോട്ടോ പ്രത്യക്ഷപ്പെടുന്നു. അപ്പോൾ നിഷ്കളങ്കമല്ലേ? എന്നിട്ട് ഞാനിത് ഡൽഹിയിലെ പത്രസമ്മേളനത്തിൽ വെച്ച് ഈ കാര്യം സംസാരം മതി, ഈ വിഷയം സംസാരിച്ചതിൻ്റെ മധ്യയാണ് ഇത് സൂചിപ്പിച്ചത്. ഉടനെ തന്നെ ഞാനുമായിട്ട് ബന്ധമുള്ള മുഴുവൻ ആളുകൾക്കും അതേ ഈ ഫോട്ടോ ഒഴിച്ച് ബാക്കി എല്ലാ ഫോട്ടോയും അയച്ചു കൊടുത്തിട്ട് ഞാനൊരു തെറ്റും ചെയ്തില്ല, ഞാൻ അറിഞ്ഞില്ല, കണ്ടില്ല എന്നങ്ങ് പറയുക. അവസാനം നമ്മൾ പിന്നെ ആ ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുക്കേണ്ടി വന്നു, സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചത് കാണിച്ചു കൊടുത്ത്. അപ്പോൾ നിഷ്കളങ്കമായിട്ടാണോ? അതൊരു മനോഭാവമാണ്. അത് പിന്നെ വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ പദവിയോ ഒന്നും അതിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റുന്നില്ല, ഒരു മനോഭാവമാണ്. അവിടെയാണ് വനിതാ ശിശു വികസന വകുപ്പ് ബോധവൽക്കരണം എന്നുള്ള വാക്ക് പഴകി തേഞ്ഞു പോയതാണ് നമ്മൾ സ്ഥിരമായി. പക്ഷേ സാമൂഹ്യ അവബോധം വളർത്താൻ അത് പെട്ടെന്ന് നമ്മൾ കതിൽ കൊണ്ട് വെള്ളം വെച്ചിട്ട് കാര്യമില്ല, കുടുംബങ്ങളിൽ നിന്ന് തന്നെ ആരംഭിക്കും. ഇപ്പോൾ എനിക്കൊരു മകനും ഒരു മകളും ഉണ്ടെങ്കിൽ എൻ്റെ മകനെ ഞാൻ സ്വതന്ത്രനായിട്ട് കളിക്കാൻ വിടും. അവൻ വീടിന് പുറത്തിറങ്ങിയാൽ എനിക്ക് പ്രശ്നമില്ല, അവൻ ഉച്ചത്തിൽ ചിരിച്ചാൽ എനിക്ക് പ്രശ്നമില്ല. പക്ഷേ അതേപോലെ എനിക്കൊരു മകളുണ്ടെങ്കിൽ, എല്ലാ വീട്ടിലും അല്ല, പല വീട്ടിലും മകൾക്ക് ഉടനെ റെസ്ട്രിക്ഷൻസാണ്. പിറന്നു വീഴുമ്പോൾ മകനും മകളും തമ്മിൽ ഒരു വ്യത്യാസവും. പക്ഷേ ക്രമേണ വേലിക്കെട്ടുകളും വിലങ്ങുകളും അവിടെ ഇവിടെയൊക്കെയായി അറിയുന്ന രൂപത്തിലും അറിയാത്ത രൂപത്തിലും പ്രത്യക്ഷപ്പെടുകയും അത് ക്രമേണ പെൺകുട്ടികളുടെ മനസ്സ് കുറേ, എല്ലാവരിലും അല്ലെങ്കിൽ ഇപ്പോഴത്തെ തലമുറയൊക്കെ നല്ല എന്താ പറയുക ബോൾഡായിട്ടുള്ളവരും പുരോഗമന ചിന്താഗതിക്കാരും ഒക്കെയാണ്. പക്ഷേ ഒപ്പം വളരുന്ന ആൺകുഞ്ഞിനെ അത് പറഞ്ഞ് വളർത്തണ്ടേ? എൻ്റെ മകളുടെ ഒപ്പം വളരുന്ന മകനോടും ഞാൻ പറഞ്ഞു, അവൻ്റെ ഒപ്പം അവൻ നാളെ ജീവിതത്തിൻ്റെ പൊതു വഴികളിലേക്ക് ഇടവഴികളിലേക്ക് ഇറങ്ങുമ്പോൾ അവൻ ക്ലാസ്സിൽ കണ്ടുമുട്ടുന്നത് അല്ലെങ്കിൽ അവൻ്റെ സാമൂഹിക ജീവിതത്തിൽ കണ്ടുമുട്ടുന്ന പെൺകുട്ടികളും വ്യക്തികളാണ് എന്ന ചിന്ത കുടുംബത്തിൽ നിന്ന് തന്നെ അവനോട് തുടങ്ങാം. അങ്ങനെ ഒരു വലിയ മാറ്റം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ഈ കുട്ടികളുടെ കാര്യം കൂടി നോക്കുന്നതുകൊണ്ട് ഈ കുട്ടികൾക്ക് ആക്സസിബിൾ ആയിട്ടുള്ളൊരു മിനിസ്റ്റർ ആൻറ്റിയാണോ? തീർച്ചയായും അതിന് നമ്മൾ ഒരു കോമൺ പ്ലാറ്റ്ഫോമൊക്കെ കൊണ്ടുവരാനുള്ള പണിപ്പുരയില്ല. എന്ത് കാര്യത്തിനും ഏത് കാര്യത്തിനും. ഇപ്പോൾ ഇന്ന് രാവിലെ ഇവിടെ കുറേ കുഞ്ഞുങ്ങൾ വന്നിട്ടാണ് പോയത്. എല്ലാവരും എവിടെ ചെന്നാലും ഇപ്പോൾ ഒരുപാട് നമ്മുടെ ലോകകപ്പ് ഫൈനലിൻ്റെ ദിവസം എത്ര കുഞ്ഞുങ്ങൾ അതിനോടനുബന്ധിച്ചൊരു 3-4 ദിവസം ഏറ്റവും കൂടുതൽ ഫോൺ കോൾ വന്ന കുഞ്ഞുങ്ങളുടേതാണ്. അവധി തരണം, ഞങ്ങൾക്ക് വേണ്ടി പറയേണ്ട മിനിസ്റ്റർ ആൻറ്റി അല്ലേ എന്നൊക്കെ ചോദിക്കുന്നത്. എത്ര മനോഹരമായിട്ടെന്താ കുഞ്ഞുങ്ങളെ സംസാരം, ചെറിയ കുഞ്ഞുങ്ങളടക്കമുണ്ട്. നമുക്ക് കൗതുകവും ഇഷ്ടവും വാത്സല്യവും ഒരുപാട് വരുന്ന രീതിയിലാണ് കുഞ്ഞുങ്ങൾ പറഞ്ഞത്. എന്തായാലും ഗവൺമെൻറ് പ്രിയപ്പെട്ട മുഖ്യമന്ത്രി അതിന് അവധി പ്രഖ്യാപിച്ചത് ഏറ്റവും സന്തോഷകരമായി. അതുപോലെ കഴിഞ്ഞ ഒരു ദിവസം ഞാൻ പാലക്കാട് ചെന്നപ്പം ഒരു കുട്ടി എന്നെ കാണാൻ വന്ന ആളുടെ കുട്ടിയാണെന്ന് വെച്ചാൽ ജസ്റ്റ് കൈയും കൊടുത്ത് എനിക്കൊരു കാര്യം പറയാനുണ്ട്. അപ്പോൾ പിടിച്ചു നിർത്തുക, അവൻ 2ാം ക്ലാസ്സിൽ പഠിക്കുക. അവൻ പിടിച്ചു നിർത്തിയിട്ട് പറയുന്നത് ഈ ശനിയാഴ്ച സ്കൂളിൽ ക്ലാസ് വയ്ക്കരുത്. അപ്പോൾ ശനിയാഴ്ച ക്ലാസ് വയ്ക്കുന്നത് എനിക്ക് അറിയത്തില്ല, അല്ലാതെ കോൺഫിഡൻസ്. അവൻ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചു വന്നപ്പോൾ എൻ്റെ ചേച്ചിക്ക് ശനിയാഴ്ച ക്ലാസ് ഉണ്ട് മിക്കവാറും എല്ലാ ദിവസവും, അത് കാരണം എനിക്ക് കളിക്കാൻ ആളില്ല, ഒരു ശനിയാഴ്ച ക്ലാസ് വയ്ക്കരുത്. വലിയ നിവേദനം. അത് എത്ര ആത്മവിശ്വാസത്തോടെ ആ കുഞ്ഞ് സംസാരിക്കുന്നു എന്നറിയാം. കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ നല്ല ധൈര്യമുണ്ട്. പിന്നെ എല്ലാം അവർക്ക് നേരെ വരുന്ന അതിക്രമങ്ങളെ അവർക്ക് തിരിച്ചറിയാൻ പറ്റാത്തത് വരുന്നത് കൊണ്ട് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയില്ല. അവിടെയാണ് സമൂഹവും സർക്കാരും
അവർക്ക് വേണ്ടി സംസാരിക്കേണ്ടത്. ബിരിയാണി കൊടുക്കാത്തതിൽ പിണങ്ങുന്ന ആൾക്കാരുണ്ടായിരുന്നു. അതിൽ എന്തെങ്കിലും തീരുമാനം മാറാനുള്ള അല്ലല്ല, അത് ബിരിയാണി കൊടുക്കുന്നുണ്ടല്ലോ, അതൊന്നും മാറ്റിയിട്ട് നമ്മൾ തുടരുകയാണല്ലോ. അല്ല, ബിരിയാണിക്ക് അത് വിഷമം ഉണ്ടാക്കിയോ ആ ഒരു സംഭാഷണവും ചർച്ചകളും? ഇല്ലില്ല, വിഷമത്തിൻ്റെ ഒന്നും കാര്യമില്ല. ഞാൻ ഉത്തമ വിശ്വാസത്തോട് പറഞ്ഞു, ഒരാൾ എന്നെ ഉത്തമ വിശ്വാസത്തോടെ വിശ്വസിപ്പിച്ചു, ആളാണ് തെറ്റിയത്. ആൾ പിന്നെ രഹസ്യമായിട്ട് ഫോണിൽ വിളിച്ച് പറയുക, അയ്യോ സോറി ഞാൻ ഇങ്ങനെ വെച്ചാൽ ആളുടെ കുഞ്ഞാണെന്ന് എന്നെ പരിചയപ്പെടുത്തുന്നു. അപ്പോൾ ഒരാൾ എൻ്റെ കുഞ്ഞാന്ന് പറയുമ്പോൾ അത് അവിശ്വസിക്കുക, അത് അന്വേഷിക്കേണ്ട കാര്യമുണ്ടെന്ന് കരുതുന്നില്ല, അങ്ങനെ പറ്റിയ. പക്ഷെ അതിന് തിരിച്ചറിവ് എന്തും ആര് പറഞ്ഞാലും നമുക്ക് ബോധ്യപ്പെടാനുള്ളൊരു പ്ലാൻ ബിയും കൂടെ വേണം. എന്നുവെച്ചാൽ മനുഷ്യന് വിശ്വസിക്കാൻ പറ്റാത്ത കാലഘട്ടം എന്നൊക്കെ പറയുമെങ്കിലും എൻ്റെ അനുഭവത്തിൽ അപ്പോഴാണ് വന്നത്. ഈ നവമാധ്യമങ്ങളുടെ ട്രോളുകളെ എങ്ങനെയാണ് കാണുന്നത്? ട്രോൾ അങ്ങനെ അതിന് പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല. ക്രൂരമായ ട്രോളുകൾ ഒരുപാട് വരാറുണ്ട്. തമാശക്കുള്ള ട്രോളുകൾ ഭയങ്കര സന്തോഷം, നമ്മൾ ചിരിച്ചിരിച്ച് എന്താ. ക്രൂരമായ ട്രോളുകൾ ഒരുപാട് വരാറുണ്ട്. ആദ്യകാലത്തൊക്കെ വിഷമം ഉണ്ടായിരുന്നു, പിന്നെ അതൊന്നൊരു പ്രശ്നമില്ല. എല്ലാ മനുഷ്യർക്കും സന്തോഷം കൊടുക്കണമെന്നാണ് ഞാൻ വ്യക്തിപരമായി ആഗ്രഹിക്കുന്നത്. എല്ലാവർക്കും ഇപ്പോൾ സന്തോഷം കൊടുക്കണം. അവരൊക്കെ ആ സന്തോഷം അങ്ങനെ നമ്മളെയൊക്കെ ക്രൂരമായി ആക്ഷേപിച്ച് അപഹസിച്ച് സന്തോഷം കണ്ടെത്തുന്ന ഒരു ജനവിഭാഗമാണ്. അത് അവരുടെ ഒരു മാനസികാവസ്ഥയാണ്. ആ മാനസികാവസ്ഥ സമൂഹം എന്ന നിലയിൽ ചികിത്സിക്കേണ്ടതാണ് എങ്കിൽ പോലും അവരവരെ ഒഴിക്കട്ടെ. അവർ ചെയ്യുന്നത് എന്തെന്ന് അവരറിയുന്നില്ല, അവരോട് പൊറുക്കണമേ. ഈ നവമാധ്യമങ്ങളിലെ ഉത്തരവാദിത്വപൂർണ്ണമായ ഇടപെടൽ അത് ഇപ്പോൾ ഈ കാലഘട്ടം വളരെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അക്കാര്യത്തിൽ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന ട്രോളുകളെ കഴിഞ്ഞ ദിവസം ഒരു പ്രധാനപ്പെട്ട നടി തന്നെ പറഞ്ഞത്, അവരുടെ ഒരു അഫെയറിൽ നിന്ന് അവർക്ക് പുറത്തേക്ക് എത്താൻ കഴിഞ്ഞൊരു ട്രോമയുടെ ഒരു കാലമൊക്കെ ഉണ്ട്. ഈ നവമാധ്യമങ്ങൾ ഉപയോഗിച്ചുള്ള സ്ത്രീകൾക്കെതിരെ നടക്കുന്ന കുറ്റകൃത്യങ്ങളെ എങ്ങനെ അഡ്രസ്സ് ചെയ്യാനാണ് താല്പര്യപ്പെടുന്നത്? സർക്കാരിനെ സംബന്ധിച്ച് സർക്കാരിൻ്റെ മുന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണത്. ഇപ്പം ഞങ്ങളെയൊക്കെ ആരെങ്കിലും ലോകത്തില്ലാത്ത അപവാദങ്ങൾ പറയുന്നു, നെവർ മൈൻഡ്, പോയി പണി നോക്കുന്നുള്ളൊരു ലളിതമായ മനസ്സാണ്. കാരണം നമ്മളങ്ങനെ അല്ലല്ലോ, നമുക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ല. ജീവിതത്തിൽ സംശുദ്ധമായി ജീവിക്കുന്നവർക്ക് ആരെയും പേടിക്കേണ്ട, അതുകൊണ്ട് അതൊന്നും ഭയമില്ല. പക്ഷേ കേരളത്തിലെ, രാജ്യത്തെ, ലോകത്തെ എത്രയോ സ്ത്രീകൾ ഈ സൈബർ ഇടങ്ങളിൽ പതിയിരുന്നുള്ള അക്രമികളുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് മനസ്സ് പിടഞ്ഞ് ജീവിക്കുന്നവരും, ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന അവസ്ഥയിൽ ജീവിക്കുന്നവരും, ജീവൻ ഒടുക്കിയവരുടെ അടക്കം കഥകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ അർത്ഥത്തിൽ വലിയൊരു അപകട മേഖലയാണ്. അതും മനോഭാവമാണെന്ന് അത് നമുക്കറിയാമെങ്കിലും ആ മനോഭാവത്തെ വച്ചു പൊറുപ്പിക്കാൻ കഴിയില്ല. ശക്തമായ നിയമ നടപടികൾ എടുക്കണം എന്നുള്ളത് തന്നെയാണ് സംസ്ഥാന സർക്കാരിന് ആ കാര്യത്തിൽ പറയുന്നത്. രാഷ്ട്രീയമായ ഒരു ചോദ്യം, ചുവപ്പുകോട്ടയാണ് കൊല്ലം എന്നാണ് എക്കാലത്തും പറഞ്ഞു കേട്ടത്. അവിടെയാണ് ഒരു രാഷ്ട്രീയ വിജയം നേടി ഈ സർക്കാരിൻ്റെ മന്ത്രിപദത്തിലേക്ക് എത്തുന്നത്. കൊല്ലത്തെ വോട്ടർമാരുടെ ഒരു മനസ്സിനോട് എങ്ങനെയാണ് താങ്കൾ കടപ്പെട്ടത്? ഒരുപാട് ഈ ജന്മം കൊല്ലത്തെ വോട്ടർമാരോട് കടപ്പെട്ടിരിക്കുക. എത്ര പ്രിയത്തോടെയാണ് അവർ സ്നേഹിച്ചത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിന് ശേഷം ഞാനവിടെ മുഴുവൻ സമയവും ഉണ്ടാകുന്നു. പരമാവധി എല്ലായിടത്തും ഓടിയെത്താൻ ശ്രമിച്ചിരുന്നു. അന്ന് ആ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടപ്പോൾ തന്നെ നമ്മുടെ പാർട്ടിക്കാർ ഓഫ് കോഴ്സ് സ്വാഭാവികമായിട്ടും പറയുമല്ലോ, സാരമില്ല ജയിക്കും, ധൈര്യമായിട്ട് നിൽക്കുന്നൊക്കെ പറയും. പക്ഷേ അതിനപ്പുറത്തേക്ക് വ്യത്യസ്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും സാമൂഹ്യ ശ്രേണിയിൽ നിന്നും ഉള്ളവരിൽ നിന്ന് അത് കേട്ടപ്പോൾ ഉണ്ടായ ആത്മവിശ്വാസം. ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൽ തോൽക്കുന്നു, തോൽവി നമുക്കൊരു വിഷയമല്ല. കാരണം തോൽക്കുന്നു എന്ന് മനസ്സിലാവുന്ന അടുത്ത നിമിഷം മുതൽ അടുത്ത ജയിക്കാനുള്ള സ്ട്രെങ്താണ് മനസ്സിൽ വരുന്നത് വ്യക്തിപരമായി. അതുകൊണ്ട് ആ പ്രശ്നമില്ല. പക്ഷെ ഓരോ പരാജയങ്ങൾ സമ്മാനിക്കുന്ന വലിയ സാമ്പത്തിക ബാധ്യതകൾ, പ്രശ്നങ്ങൾ, അതിനെ എങ്ങനെ അതിജീവിക്കും എന്നുള്ള വലിയ പ്രശ്നം മാനസികമായി ഒരുപാടുണ്ടായിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് തോറ്റതിന് ശേഷം ഒരുപാട് കടം വന്ന് വണ്ടി വിറ്റു, വേറെ വണ്ടി എടുക്കാൻ പറ്റാതെയൊക്കെ ഒരുപാട് പ്രയാസപ്പെട്ട് ഒക്കെ നടന്ന കാലഘട്ടം. അപ്പോഴെല്ലാം ആത്മവിശ്വാസം ആരെല്ലാം ആണെന്നല്ലോ, എന്തെല്ലാം സഹായമായിട്ട് ഒരു നിമിഷം പോലും അതിൽ വിഷമിച്ചിരിക്കാൻ അവസരം തരാതെ വണ്ടി കൊണ്ട് തന്നവർ, കൂടെ നിന്നവർ, ഒപ്പം നടന്നവർ, ഭക്ഷണം തന്നവർ, അങ്ങനെ എല്ലാത്തിനും കരുതലോടെ ഒരു സമൂഹം. അതാണ് ഈ പൊതുവെ പലരും. ഇപ്പം ഞാൻ എൻ്റെയൊക്കെ വീട്ടിൽ തന്നെ അത്യാവശ്യം നല്ലൊരു പ്രൊഫഷനൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ചെറുപ്പം മുതലേ രാഷ്ട്രീയമാണ്, പക്ഷേ പഠനമോ പ്രൊഫഷനോ ഒന്നും കളയാതെ ഫുൾ ടൈം രാഷ്ട്രീയം രണ്ടും. അപ്പോൾ അത്രയും കഷ്ടപ്പെട്ട് രണ്ടും കൊണ്ടുപോകുന്നതാണ്, അത്രയും ഡബിൾ ജോലി എടുത്ത് കൊണ്ടുപോകുന്നതാണ്. അപ്പോഴും അങ്ങനെയൊക്കെ കൊണ്ടുപോകുമ്പോഴും എന്താ പറയുക, വലിയ പ്രയാസങ്ങൾ വരുമ്പോൾ വീട്ടുകാരൊക്കെ ചോദിക്കുന്ന ചോദ്യം, എന്തിന് ഇത്രയും കഷ്ടപ്പെട്ടു? പിന്നെ അങ്ങ് പ്രൊഫഷൻ കളഞ്ഞല്ലോ. പ്രൊഫഷൻ കഴിഞ്ഞ് ഫുൾ ടൈം ആയപ്പം കുറേ കാലമായി തോൽവിയും പ്രശ്നങ്ങളൊക്കെ ആയപ്പം ഈ ബുദ്ധിമുട്ടുകൾ കണ്ടതുകൊണ്ട് വീട്ടുകാരും സുഹൃത്തുക്കളും അടുത്ത സുഹൃത്തുക്കളും എന്തിന് ഇതിനൊക്കെ പോകുന്നേ? ഒന്നാമത് ഇതൊക്കെ കഴിഞ്ഞിട്ട് ആത്യന്തികം നമ്മൾ സ്വപ്നം പോലും കാണാത്ത രീതിയിലുള്ള ആക്ഷേപങ്ങളും അപവാദങ്ങളും ഒക്കെ കേൾക്കുന്നുണ്ടല്ലോ. എന്തിന് നല്ല പ്രൊഫഷനുണ്ട്, നല്ല വരുമാനമുണ്ട്, ആ നിലയ്ക്ക് ജീവിച്ചാൽ പോരെ എന്നൊക്കെ ചോദിക്കും. അവിടെയാണ് ഈ സ്നേഹവും കരുതുന്നത്. നമ്മൾ പണം കൊടുത്താൽ കിട്ടാത്ത, അങ്ങനെ പദവികൾ കൊണ്ട് തുലനം ചെയ്യാനാവാത്ത ഒരുപാട് സ്നേഹവും കരുതലും സമൂഹത്തിൽ ഓരോ രാഷ്ട്രീയ പൊതുപ്രവർത്തകരെയും ഒരുപാട് പ്രതിസന്ധികൾക്കിടയിലും ഈ മേഖലയിൽ പിടിച്ചു നിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മളൊരു ദിവസം രാവിലെ ഉണർന്ന് രാത്രി ഉറങ്ങുന്നതിനകം എത്രയോ പേരുടെ കണ്ണുനീരൊപ്പാൻ കഴിയുന്നുണ്ട്. അത് അധികാരം ഉണ്ടെങ്കിലും, അധികാരം ഉള്ളപ്പോൾ കൂടുതൽ ചെയ്യാൻ കഴിയും, അധികാരം ഇല്ലാത്തപ്പോഴും
നമുക്ക് നമ്മുടേതായ ഇടങ്ങളിൽ നിന്ന് ചെയ്യാൻ കഴിയുന്ന ഒത്തിരി പേര്. അങ്ങനെ വിഷമിച്ച് വരുന്ന ഒരാളുടെ സങ്കടം മാറ്റുമ്പോൾ കിട്ടുന്ന ഒരു എന്താ പറയുക അനുഭൂതി എന്നോ എന്തോ അതൊരു ചാരിതാർത്ഥ്യം, അത് ഭയങ്കര വിലമതിക്കാനാവാത്ത അതാണ് നമ്മുടെയൊക്കെ ഊർജ്ജം. എന്താണെങ്കിലും ഈ ഓണക്കാലത്ത് ഇത്രയധികം സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചുള്ള നന്ദി അറിയിക്കുകയാണ്. ACBയുടെ പ്രേക്ഷകരോട് ഓണക്കാലത്ത് എന്താണ് പറയാനുള്ളത്? ACBയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വളരെ സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞ ഒരു പൊന്നോണം ആശംസിക്കുന്നു. സ്റ്റേ ബ്ലെസ്ഡ്. വളരെയധികം നന്ദി മാഡം.